ഇതിൻ്റെ അകത്ത് രാവിലെ 6 മണിക്ക് ഇവിടെ സംഘം എത്തി പരിശോധന 8 മണിയോടുകൂടി ആരംഭിച്ചു. എങ്ങനെയാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്? ബാംഗ്ലൂരിലും പരിശോധന നടക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുന്നതിനു വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി കഴിയുക. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവ് സഖാവ് പിണറായിക്കെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇ.ഡി. സാധാരണ ചെയ്യാറുള്ള തിരക്കഥ തയ്യാറാക്കി അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കഴിയുമോ എന്ന് കുറെ കാലമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള സഖാവ് പിണറായി വിജയനെ കള്ളക്കേസിൽ കുടുക്കി, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കള്ളക്കേസിൽ കുടുക്കി, അതുവഴി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഡിസൈനാണ് നരേന്ദ്രമോദിയും കൂട്ടരും തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഇവിടെ മാത്രം കണ്ടതല്ല. നേരത്തെ ബി.ജെ.പിക്കെതിരായി അതിശക്തമായി പ്രതിരോധിച്ചു നിന്ന ദേശീയ നേതാവായിരുന്നു കേജ്രിവാൾ. അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇ.ഡിയെ ഉപയോഗിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. കള്ളക്കേസുണ്ടാക്കി ആ കള്ളക്കേസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇ.ഡി കേസിൽ പെടുത്തിയിട്ടാണ് ജയിലിലടച്ചത്. ഇപ്പോഴും സുപ്രീം കോടതി പറഞ്ഞതെന്താ? പ്രതിരോധവുമാണ് CPIM ഈ വിഷയത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, കണ്ണൂരിൽ വ്യാപകമായ പ്രതിഷേധം, അതായത് കണ്ണൂരിലെ പിണറായി വിജയന്റെ വസതിയിലടക്കം ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അവിടെ വസതിയിലേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള പ്രതികരണമാണ് CPIMന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സംഘപരിവാറിന്റെ അജണ്ടയാണ്, കേന്ദ്ര സർക്കാർ ഇ.ഡിയെ ദുരുപയോഗം ചെയ്യുകയാണ് എന്ന പല്ലവി തന്നെയാണ് ഇപ്പോഴും നമ്മൾ കേൾക്കുകയും ചെയ്യുന്നത്. അഭിലാഷേ, തീർച്ചയായും പിണറായിയുടെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിലെ പരിശോധന ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇതിനിടയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് വീടിന് മുന്നിൽ CPM പ്രവർത്തകർ, അതായത് P. ജയരാജനും അതുപോലെ തന്നെ KK രാഗേഷും, ജില്ലാ സെക്രട്ടറി KK രാഗേഷും ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തിയിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ തോതിൽ പ്രതിഷേധവുമായി ആളുകൾ എത്തുന്ന സാഹചര്യമാണ്. ഏതായാലും ഇതിൽ പ്രധാനമായും KK രാഗേഷും അതുപോലെ തന്നെ P. ജയരാജനും ആരോപിക്കുന്നത് കോൺഗ്രസും സംഘപരിവാർ സംഘടനകളും ഒത്തുചേർന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടന്നെന്നാണ്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ പിണറായിയുടെ വീട്ടിൽ ഇപ്പോൾ ആളുകൾ കാര്യമായി ഒന്നുമില്ല, ഇവിടെ ജീവനക്കാർ മാത്രമാണുള്ളത്. 3 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു ഈ പരിശോധന. ഒരു പക്ഷേ തെരുവിലേക്കും വലിയ പ്രതിഷേധം വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. അത്തരത്തിലാണ് കണ്ണൂരിലെ സാഹചര്യം. പ്രത്യേകിച്ച് P. ജയരാജൻ ഈ ഒരു പ്രതിഷേധം ഏറ്റെടുത്തു എന്നതും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചില അകൽച്ച ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വിഷയം വന്നപ്പോൾ P. ജയരാജൻ നേരിട്ട് ആ ഒരു പരിശോധന, ഇ.ഡി പരിശോധന എത്തി എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും CPIMനെ സംബന്ധിച്ചിടത്തോളം വലിയ തോൽവി കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായി. അതിനുശേഷം പാർട്ടി സമ്മേളനങ്ങളുണ്ടായി. രൂക്ഷമായ വിമർശനം പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു വേട്ടയാടൽ എന്ന രീതിയിൽ ഒരുപക്ഷെ ഇത് വലിയ തോതിൽ ഒരു പ്രതിഷേധമായി ഏറ്റെടുക്കും. ഒരുപക്ഷെ CPIMനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുജീവനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഏതായാലും മുഹമ്മദ് റിയാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വളഞ്ഞിട്ടടിച്ചോളൂ, പക്ഷേ സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്നാണ്. അവസാന ശ്വാസം വരെയും പോരാടുമെന്നും മുഹമ്മദ് റിയാസ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകൾ അത് വലിയ പ്രതിഷേധത്തിന്റെ ആയിരിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് കണ്ണൂരിൽ നിന്നും നൽകാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ പിണറായി വിജയന്റെയും MP ഗോവിന്ദന്റെയും ഒക്കെ നാടാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വൈകാരിക ബന്ധം ഈ ഒരു പിണറായിയുടെ പാണ്ഡ്യാലമുക്കിലെ വീടിനോടും ആളുകൾക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധം ഉയരും. അത് വരും മണിക്കൂറുകളിൽ തെരുവുകളിലേക്ക് വ്യാപിച്ചേക്കാം. ഈ കോൺഗ്രസിനെയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകളെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ വീട്ടിൽ നേരത്തെ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകളില്ല, ജീവനക്കാർ മാത്രമാണ് ഉള്ളത്. പക്ഷെ അപ്പോഴും തോക്കുധാരികളായ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ ഈ ഒരു കൃത്യമായി വീടിനകത്ത് ആരെയും പ്രവേശിക്കാത്ത രീതിയിൽ അവരെ കാവൽ നിർത്തി വലിയ പരിശോധന ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റ്സോ അത്തരങ്ങൾ പിടിച്ചെടുത്തോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഏതായാലും മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ ഈ ഒരു പരിസരത്ത് കയറാൻ അനുവദിക്കുന്നില്ല. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി പതാകയുമേന്തി നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ കണ്ണൂരിലെ പിണറായിയുടെ പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിലെത്തിയിട്ടുള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകൾ പ്രതിഷേധമായി ഇവിടെ എത്തിയേക്കാം. ഏതായാലും ഇത് എത്ര മണിക്കൂർ ഈ ഒരു പരിശോധന നീണ്ടു നിൽക്കുമെന്നറിയില്ല. ഏതായാലും പരിശോധന 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അഭിലാഷ്. യെസ്, വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലൂടെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയന്റെ വസതിയിൽ ഉൾപ്പെടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ 10 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കിരൺ കൂടി ചേരുന്നുണ്ട്. കിരൺ ബാബു കൂടി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കിരൺ, ഇതാ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, ED ഈസ് ഡൂയിങ് സെർച്ച് ആക്ഷൻ ഓൺ 10 premises ഇൻ കേരള ഇൻ കണക്ഷൻ വിത്ത് കൊച്ചി മിനറൽസ് ആൻഡ് റൊട്ടൈൽ ലിമിറ്റഡ് കേസ്. അവിടെ ഇതാ ex-CM ഓഫ് കേരളം ആൻഡ് ഹിസ് ഡോട്ടർ ബീയിങ് കവേർഡ് എന്ന് തന്നെയാണ് വളരെ കൃത്യമായി പറയുന്നത്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകളും എന്ന് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ പരിശോധന തുടരുന്നു എന്നതിന് വാർത്താക്കുറിപ്പിലൂടെ തന്നെ കൃത്യമായി ED അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ പരിശോധന എന്നതും വ്യക്തമാണ്. അതിൽ CMRL എന്ന കമ്പനി പല മാർഗങ്ങളിലൂടെ പണം വെളുപ്പിച്ചെടുത്തു, ഡൈവേർട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ CMRL എന്നത് ഏറെ വിവാദമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സമാനമായ ആരോപണങ്ങൾ നേരിടുകയും കരിമ്പട്ടികയിൽ പോലും പെടുത്തുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തിയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി ഡ്രൈവർമാർക്ക് നൽകുന്ന വേതനത്തിൽ പോലും തട്ടിപ്പ് കാണിച്ച് സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയെന്ന കണ്ടെത്തലുകളിലേക്ക് പോയതാണ്. അവിടെയാണ് വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് 2017 മുതൽ 20 വരെ പണം നൽകിയെന്നും ഇത് നൽകാത്ത സേവനത്തിന്റെ പ്രതിഫലമാണ് എന്ന തരത്തിലുള്ള കണ്ടെത്തലിലേക്ക് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പോയത്. അതിൻ്റെ തുടർച്ചയായാണ് ഈ പരിശോധനകൾ ഇപ്പോൾ നടക്കുന്നത്. ആ പരിശോധനയെ ഏതൊക്കെ തരത്തിലാണോ CPIM പ്രതിരോധിക്കുന്നത് എന്നത് നമ്മൾ പുറത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ ആൾക്കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് നിലപാട് ഇപ്പോൾ CPIM സ്വീകരിക്കുമ്പോഴും ഇപ്പോൾ CPIM പ്രതിപക്ഷത്താണ്. നിലവിൽ ഹൈക്കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ട് EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളത്. ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലും മുന്നിൽ നിൽക്കാത്തൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് ആവർത്തിക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ എത്രത്തോളം ചേർത്ത് വെച്ചുകൊണ്ട് CPIMന് ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ സാധിക്കും? കിരൺ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.